നമ്മൾ ചെയ്യാൻ പോണ പ്രോബ്ലം ഇതാണ്. പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ് റോ ആൻഡ് ഫൈ ആൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എക്സ് ആൻഡ് വൈ ആർ റിലേറ്റഡ് ബൈ ദി എക്സ്പ്രഷൻസ് എക്സ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈ, വൈ ഈക്വൽ ടു റോ സൈൻ ഫൈ. ഫിഗർ വിട്ടേക്ക്. An arbitrary function f of xy can be re-expressed as a function of rho and theta. Transform the expression partial d square f by dx square plus partial d square f by dy square into 1 in rho and phi. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മൾ പറഞ്ഞ ഫിഗർ. നമുക്ക് എക്സ് വൈ പ്ലെയിൻ അറിയാം അല്ലെ. എക്സ് വൈ പ്ലെയിനിലെ ഏതൊരു പോയിന്റിനെ നമ്മൾ ഓർഡേർഡ് പെയർ എക്സ് വൈ കൊണ്ട് ഡിനോട്ട് ചെയ്യും. അവിടെ നമ്മൾ എക്സ് വൈ എന്നുള്ള ഓർഡേർഡ് പെയർ കൊണ്ട് അതിനെ ഡിനോട്ട് ചെയ്യുമ്പോൾ ആ എക്സ് വൈ കോർഡിനേറ്റ്സിനെ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇതേ പോയിന്റിനെ നമുക്ക് പോളാർ കോർഡിനേറ്റ്സിൽ റോയും ഫൈയും ഉപയോഗിച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട് അല്ലേ. ആ റോയും ഫൈയെ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയും. അപ്പൊ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ സപ്പോസ് നമുക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒരു പരാബോളയുടെ ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 4x നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റാൻ പറ്റും. പോളാർ കോർഡിനേറ്റ്സിൽ വരുമ്പോൾ വൈയും എക്സിനും പകരം അവിടെ വേറെ കുറെ എക്സ്പ്രഷൻസും റോയും ഫൈയും ആയിരിക്കും അവിടുത്തെ വേരിയബിൾ. അപ്പൊ ആ രീതിയിൽ നമുക്ക് അതിനെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ പോളാർ കോർഡിനേറ്റ്സിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലേക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യുമ്പോൾ ചേഞ്ച് ഓഫ് വേരിയബിൾസ് ഉണ്ട്. അതാണ് ചേഞ്ച് ഓഫ് വേരിയബിൾസ് കൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു ചേഞ്ച് ഓഫ് വേരിയബിൾസിൽ നമ്മൾ ഒരു ഇക്വേഷനെ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതേ കർവിന്റെ പോളാർ കോർഡിനേറ്റ്സിലുള്ള ഇക്വേഷനാണ് ജി ഓഫ് റോ ആൻഡ് ഫൈ. അതാണ് ആ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മാറ്റി കഴിയുമ്പോൾ നമുക്ക് പാർഷ്യൽ ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പാർഷ്യൽ ഡി സ്ക്വയർ എഫ് ബൈ ഡി വൈ സ്ക്വയറിനെ നമുക്ക് വേണ്ടത് പോളാർ വേരിയബിൾസ് ആയ റോയുടെയും ഫൈയുടെയും ടേംസിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാനാ പറഞ്ഞത്. നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും പോളാർ കോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷൻ അറിയാം. എക്സ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈയും വൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈയുമാണ് ആ റിലേഷൻ അല്ലെ. ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? റോ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. അതേപോലെ ടാൻ ഫൈ ഇസ് ഈക്വൽ ടു വൈ ബൈ എക്സ് എന്ന് കിട്ടും. അല്ലെങ്കിൽ ഫൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് എന്ന് കിട്ടും. ഈ രണ്ട് എക്സ്പ്രഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മള് പാർഷ്യൽ ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതേപോലെ പാർഷ്യൽ ഡി സ്ക്വയർ എഫ് ബൈ ഡി വൈ സ്ക്വയറും കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ആ എക്സ്പ്രഷൻസ് ആഡ് ചെയ്ത് നമ്മുടെ ആൻസറിലേക്ക് എത്തും. നമുക്ക് ആദ്യം റോ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എടുക്കാം. ഇതിനെ ഞാൻ ത്രൂ ഔട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അങ്ങനെ ഇതിനെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ റോ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2 റോ, പിന്നെ റോയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദാറ്റ് ഈസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് റോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? റൈറ്റ് സൈഡിൽ എക്സ് സ്ക്വയറിന്റെ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി. സോ വാട്ട് വി ഗെറ്റ് ഇസ് 2x. വൈ സ്ക്വയർ എന്ന് പറയുന്നത് എക്സിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. അതായത് നമുക്ക് കിട്ടുന്നത് ഈ 2 ഉം രണ്ട് സൈഡിലുള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. പിന്നെന്താ കിട്ടുന്നത്? പാർഷ്യൽ ഡി റോ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ റോ എന്ന് കിട്ടും അല്ലെ. എക്സിന്റെ വാല്യൂ എന്തായിരുന്നു? എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് റോ കോസ് ഫൈ ആയിരുന്നു. ദാറ്റ് ബൈ റോ എന്ന് കിട്ടും. സോ പാർഷ്യൽ ഡി റോ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു കോസ് ഫൈ എന്ന് നമുക്ക് കിട്ടും. ഇതേപോലെ ഈ എക്സ്പ്രഷനെ നമ്മൾ വൈയിൽ ഡെറിവേറ്റീവ് എടുക്കാമെന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 റോ ഇൻറ്റു പാർഷ്യൽ ഡി റോ ബൈ ഡി വൈ എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ നമുക്ക് 2y എന്ന് കിട്ടും അല്ലെ. അവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പാർഷ്യൽ ഡി റോ ബൈ ഡി വൈ ഇസ് ഈക്വൽ ടു y ബൈ റോ എന്ന് കിട്ടും. y എന്താ? ഇറ്റ് ഈസ് റോ സൈൻ ഫൈ. സോ റോ സൈൻ ഫൈ ബൈ റോ എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ഫൈ. അപ്പൊ അവിടെ നമുക്ക് പാർഷ്യൽ ഡി റോ ബൈ ഡി വൈ സൈൻ ഫൈ എന്ന്. ഇനി നമുക്ക് ഫൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എന്ന് നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ട് അല്ലെ. അത് ഉപയോഗിച്ച് നമുക്ക് പാർഷ്യൽ ഡി ഫൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. ഡി ഫൈ ബൈ ഡി എക്സ് അതെന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? ഇറ്റ് ഈസ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇവിടെ എക്സിന് പകരം y ബൈ എക്സ്. സോ നമുക്ക് കിട്ടുന്നത് 1 ബൈ 1 പ്ലസ് y ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി y ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കണം.
y ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. അപ്പൊ y അവിടെ നിൽക്കട്ടെ. 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1 ബൈ എക്സ് സ്ക്വയർ. സോ വാട്ട് വി ഗെറ്റ് ഇസ് എന്താ -y ബൈ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് y സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. ഇതിനെ നമുക്കൊന്ന് വൃത്തിയാക്കി എഴുതുമ്പോൾ ത്രൂ ഇവിടെയും ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെയും ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ ഉണ്ട്. അതിനെ അങ്ങ് പോകട്ടെ. ബാക്കി നമുക്ക് മുകളില് -y ബൈ ഈ എക്സ് സ്ക്വയർ കൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ നമുക്ക് ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് -y ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഇസ് -y ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ റോ സ്ക്വയർ ആണ്. y എന്താ y is equal to rho sin phi. So by rho square എന്ന് കിട്ടും. So പാർഷ്യൽ d phi by dx എന്ന് പറയുന്നത് നമുക്ക് -sin phi by rho എന്ന് കിട്ടും. ഇതേപോലെ നമുക്ക് പാർഷ്യൽ d phi by dy കണ്ടുപിടിക്കാം. y കണ്ടുപിടിക്കുമ്പോൾ ദാറ്റ് ഇസ് അഗൈൻ tan ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് 1 by 1 plus y by x the whole square into y by x ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ആണ്. അപ്പോ 1 by x കോൺസ്റ്റന്റ് ആണ്, y യുടെ ഡെറിവേറ്റീവ് 1. സോ വാട്ട് വി ഗെറ്റ് ഇസ് 1 by x ഡിവൈഡഡ് ബൈ, നമുക്ക് ഇത് ഒരുമിച്ച് ഞാൻ എഴുതാണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അതിനെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുകളിലൊരു എക്സ് കൂടിയുണ്ട് അല്ലേ. എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് റോ സ്ക്വയർ. സോ ദാറ്റ് ഇസ് റോ കോസ് ഫൈ divided by rho square. So this value is equal to cos phi divided by rho. നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് പാർഷ്യൽ ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയറും പാർഷ്യൽ ഡി സ്ക്വയർ എഫ് ബൈ ഡി വൈ സ്ക്വയറുമാണ് അല്ലെ. നേരത്തെ ഞാൻ പറഞ്ഞു പാർഷ്യൽ ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡി ബൈ ഡി എക്സ് ഓഫ് പാർഷ്യൽ ഡി എഫ് ബൈ ഡി എക്സ് ആണ് അല്ലെ. അപ്പൊ പാർഷ്യൽ ഡി എഫ് ബൈ ഡി എക്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പാർഷ്യൽ ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ പാർഷ്യൽ ഡി എഫ് ബൈ ഡി എക്സ് എന്താണെന്ന്, പാർഷ്യൽ ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡി എഫ് ബൈ ഡി റോ ഇൻറ്റു പാർഷ്യൽ ഡി റോ ബൈ ഡി എക്സ് പ്ലസ് പാർഷ്യൽ ഡി എഫ് ബൈ ഡി ഫൈ ഇൻറ്റു പാർഷ്യൽ ഡി ഫൈ ബൈ ഡി എക്സ് ആണ് അല്ലെ. ഈ രണ്ട് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. പാർഷ്യൽ ഡി റോ ബൈ ഡി എക്സും പാർഷ്യൽ ഡി ഫൈ ബൈ ഡി എക്സും നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഞാൻ എഴുതാൻ പോവാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന പാർഷ്യൽ ഡി എഫ് ബൈ ഡി റോ ഇൻറ്റു പാർഷ്യൽ ഡി റോ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് കോസ് ഫൈ ആയിരുന്നു, പ്ലസ് പാർഷ്യൽ ഡി എഫ് ബൈ ഡി ഫൈ ഇൻറ്റു ഡി ഫൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ഫൈ ഡിവൈഡഡ് ബൈ റോ ആയിരുന്നു. ഇതിനെ ഞാൻ ഒന്ന് മാറ്റി എഴുതാൻ പോവാം. മാറ്റി എഴുതുമ്പോൾ നമുക്ക് കോസ് ഫൈ ആദ്യം എഴുതാം. കോസ് ഫൈ ഇൻറ്റു പാർഷ്യൽ ഡി എഫ് ബൈ ഡി റോ പ്ലസ് മൈനസ് സൈൻ ഫൈ ബൈ റോ ഇൻറ്റു പാർഷ്യൽ ഡി എഫ് ബൈ ഡി ഫൈ എന്ന് കിട്ടി അല്ലേ. ഈ എഫ് മാറ്റി അവിടെ ഒരു ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിലോ അപ്പോഴും നമുക്ക് ഇതുപോലെ കിട്ടും. എഫ് മാറ്റി നമുക്ക് അതേ സ്ഥാനത്ത് എന്ത് ഇട്ടുകൊടുത്താലും ഇവിടുത്തെ ഈ എഫിന് പകരം ആ എക്സ്പ്രഷൻ അവിടെ വരണം എന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് പാർഷ്യൽ ഡി ബൈ ഡി എക്സ് ഓഫ് പാർഷ്യൽ ഡി എഫ് ബൈ ഡി എക്സ് ആണ് വേണ്ടതെങ്കിലോ അപ്പോഴും എന്താ സംഭവിക്കുന്നത്, കോസ് ഫൈ ഇൻറ്റു പാർഷ്യൽ ഡി ബൈ ഡി റോ ഓഫ് ഡി എഫ് ബൈ ഡി എക്സ്. എഫിന് പകരം പാർഷ്യൽ ഡി എഫ് ബൈ ഡി എക്സ് വരും, അത്രേ ഉള്ളൂ വ്യത്യാസം. പ്ലസ് മൈനസ് സൈൻ ഫൈ ബൈ റോ ഇൻറ്റു പാർഷ്യൽ ഡി ബൈ ഡി ഫൈ ഓഫ് ഡി ഫൈ ബൈ പാർഷ്യൽ ഡി എഫ് ബൈ ഡി എക്സ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് അവിടെ എന്ത് മാറ്റിയാലും ഇങ്ങനെ ഒരു മാറ്റം മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു ഓപ്പറേറ്റർ ആക്കി മാറ്റിക്കൊണ്ട് ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഇവിടെ നമുക്ക് ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് കോസ് ഫൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. ഓപ്പറേഷൻ ചെയ്യുന്നത് ഈ രണ്ട് ഡെറിവേറ്റീവ്സേ ഉള്ളൂ. അത് സം ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കോസ് ഫൈ ഇൻറ്റു പാർഷ്യൽ ഡി ബൈ ഡി റോ പ്ലസ് മൈനസ് സൈൻ ഫൈ ബൈ റോ ഇൻറ്റു പാർഷ്യൽ ഡി ബൈ ഡി ഫൈ അപ്പോൺ പാർഷ്യൽ ഡി എഫ് ബൈ ഡി എക്സ് എന്ന് എഴുതാം. കണ്ടോ, ഇതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നതിനാല് നമ്മൾ ഇപ്പൊ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, കോസ് ഫൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് പാർഷ്യൽ ഡി ബൈ ഡി റോ ഓഫ് പാർഷ്യൽ ഡി എഫ് ബൈ ഡി എക്സ് എടുക്കണം, മൈനസ് സൈൻ ഫൈ ബൈ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പാർഷ്യൽ ഡി ബൈ ഡി ഫൈ ഓഫ്
ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്യണം. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റിൽ എഴുതിയ എക്സ്പ്രഷനെ ഒന്നും കൂടി ഞാൻ എടുത്തെഴുതിയതാണ്. അപ്പൊ പാർഷ്യൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു കോസ് ഫൈ ഇൻറ്റു പാർഷ്യൽ ഡി ബൈ ഡി റോ മൈനസ് സൈൻ ഫൈ ബൈ റോ ഇൻറ്റു പാർഷ്യൽ ഡി ബൈ ഡി ഫൈ ഓഫ് പാർഷ്യൽ ഡി എഫ് ബൈ ഡി എക്സ് എന്ന് എഴുതാം. ഇപ്പൊ ഇത് നമ്മൾ ഓപ്പൺ ചെയ്താൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കോസ് ഫൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ ഡി ബൈ ഡി റോ ഓഫ് ഡി എഫ് ബൈ ഡി എക്സ് എടുക്കും. അത് തന്നെയല്ലേ നമുക്ക് ചെയ്യേണ്ടത്? അപ്പൊ ഈ രീതിയിൽ എഴുതാം. ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? പാർഷ്യൽ ഡി ബൈ ഡി എക്സിന് ഒരു ഫോർമുലയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നോക്ക്, ഇവിടെ നമ്മൾ പാർഷ്യൽ ഡി എഫ് ബൈ ഡി എക്സ് ഉണ്ട്, അതേമാതിരി അത് ഇവിടെ മാറ്റി നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഡി ബൈ ഡി എക്സിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള എക്സ്പ്രഷനാണ്. അപ്പൊ ഇവിടെയും അതേപോലെ നമുക്ക് എഫിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പാർഷ്യൽ ഡി ബൈ ഡി എക്സിന് ഈ എക്സ്പ്രഷൻ ഒന്നും കൂടി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ ഞാൻ ചെയ്തതെന്ന് വെച്ചാല് പാർഷ്യൽ ഡി എഫ് ബൈ ഡി എക്സ് ഇവിടെ ഉണ്ടല്ലോ, അതിനെ ഞാൻ പാർഷ്യൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എന്ന് കണ്ടു. അപ്പൊ ഇവിടെ പാർഷ്യൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സിന് നമ്മൾ ഈ എക്സ്പ്രഷൻ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് എഴുതിയില്ലേ, അതേപോലെ അപ്പൊ ഡി ബൈ ഡി എക്സിന് പകരം നമ്മൾ ഈ എക്സ്പ്രഷൻ ഒന്നും കൂടി കൊടുത്തു. എന്നിട്ട് എഫിനെ ഇങ്ങോട്ട് മാറ്റി നിർത്തി. ഇതാണ് ഞാൻ ചെയ്തത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പാർഷ്യൽ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ആ മുകളിലുള്ള ഫംഗ്ഷനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇതിനെ രണ്ടിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 2-3 സ്റ്റെപ്പ് വരും. കോസ് ഫൈ ഇൻറ്റു പാർഷ്യൽ ഡി ബൈ ഡി റോ, അത് ഇവിടെയും ചെയ്യണം, ഇവിടെയും ചെയ്യണം. അതേപോലെ ഈ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് 2-3 സ്റ്റെപ്സ് ഉണ്ട്. അപ്പോഴും ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായ രീതിയിൽ അതിനെ മാറ്റി എഴുതി. നമ്മുടെ ക്വസ്റ്റ്യനിൽ ജി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കണ്ടിട്ടില്ലേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പം നമ്മൾ വൈ സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് എഴുതിയാൽ അതിനെ എഫ് എന്നും, അതിന് പകരം വൈക്കും എക്സിനും റോയും ഫൈയും കൊടുത്ത് ഉള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ, അത് റോയിലും ഫൈയിലും ആകുന്ന ഫംഗ്ഷനെ ജി എന്നും വിളിക്കുന്നു. അത്രേ ഉള്ളൂ അവിടെ ഫൈയും എഫും ജിയും തമ്മിലുള്ള വ്യത്യാസം. എഫില് എക്സിനും വൈക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന പുതിയ ഫംഗ്ഷനെയാണ് അവിടെ ജി എന്ന് വിളിച്ചത്. അപ്പൊ നമ്മളിവിടെ ഡി ബൈ ഡി റോയോ ഡി ബൈ ഡി ഫൈയോ എടുക്കണമെങ്കിൽ എഫ് എന്ന് പറയുന്ന സാധനം റോയിലും ഫൈയിലും ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ നമ്മള് എഫിന് പകരം നമുക്ക് അവിടെ വേണമെങ്കിൽ ജി എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു നമ്മുടെ നേരത്തെ ഫംഗ്ഷൻ എഫിന് പകരം ജി എന്ന് കൊടുത്ത് എഴുതിയിരിക്കുകയാണിത്. അത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ സാധാരണ എക്സിലും വൈയിലും എഴുതിയപ്പോഴാണ് എഫ് എന്ന് വിളിച്ചത്. പകരം റോയും ഫൈയും കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നത് ജി എന്ന്. അതുകൊണ്ട് അത്രേ ഉള്ളൂ. അതുകൊണ്ട് എഫിന് പകരം ഞാൻ ജി എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എക്സ്പ്രഷൻ ഇവിടെ നിൽക്കട്ടെ, ഈ എക്സ്പ്രഷൻ ജിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഓപ്പറേറ്റ് ചെയ്യാണ് ആക്ച്വലി, അങ്ങനെ ചെയ്യാൻ പോകും. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. കോസ് ഫൈ ഇൻറ്റു പാർഷ്യൽ ഡി ബൈ ഡി റോ മൈനസ് സൈൻ ഫൈ ബൈ റോ ഇൻറ്റു പാർഷ്യൽ ഡി ബൈ ഡി ഫൈ അവിടെ നിൽക്കട്ടെ. ബാക്കി ഇതിനകത്തേക്ക് നമ്മൾ ജിയെ കയറ്റുന്നു. ജിയെ ഇങ്ങോട്ട് കയറ്റുമ്പോൾ നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. കോസ് ഫൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് പാർഷ്യൽ ഡി ജി ബൈ ഡി റോ എന്ന് വരും, അത്രേ ഉള്ളൂ വ്യത്യാസം. മൈനസ് സൈൻ ഫൈ ബൈ റോ ഇൻറ്റു ഇവിടെ നമുക്ക് പാർഷ്യൽ ഡി ജി ബൈ ഡി ഫൈ എന്നും കിട്ടും. ഇതാണ് നമുക്ക് വരാൻ പോകുന്ന മാറ്റർ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ എക്സ്പ്രഷനും ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രോബ്ലത്തിന്റെ ഒരു പകുതി. ഈ പ്രോബ്ലം ഒത്തിരി ലെങ്തി ആയതുകൊണ്ട് ബാക്കി ഞാൻ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതി PDF ആയിട്ട് അയക്കാം. അതിന്റെ ബാക്കി അപ്പൊ ഈ പ്രോബ്ലത്തിന്റെ ഇത്രയും നിങ്ങൾ വീഡിയോ നോക്കി ചെയ്തിട്ട് ബാക്കി നിങ്ങൾ ഈ PDF വെച്ച് എഴുതി ചേർക്കണം. എന്നിട്ട് അത് രണ്ടും കൂടെ വായിച്ചു നോക്കണം. മനസ്സിലാവാത്തുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം.